ഹലോ. അപ്പോൾ കുറേ ട്രാവൽ വീഡിയോസൊക്കെ കണ്ട് ബോറടിച്ചിരിക്കുമ്പോൾ ഒരു ചെറിയൊരു മേക്ക് ഓവർ വീഡിയോ കേട്ടോ. മേക്ക് ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫർണിച്ചേഴ്സോ അല്ലെങ്കിൽ ഒന്നും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് റൂമുകളൊക്കെ കിടക്കണേ. നമ്മളുടെ കുഞ്ഞൊരു കിഡ്സ് റൂം ആയതുകൊണ്ടും അപ്പോൾ ഉള്ള ഫർണിച്ചർ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിടാം എന്നല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് പുതിയതായിട്ടൊന്നും ആഡ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ എപ്പോഴും ഇതേ സെറ്റപ്പ് തന്നെ നമുക്കിങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കുമല്ലോ, എപ്പോഴും ഒരു ബോറിംഗ് ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ എല്ലാം കൂടി ചെയ്യാം. കാരണം എനിക്കിങ്ങനെയുള്ള ഈ ഫർണിച്ചേഴ്സ് മാറ്റിയിടല് മറിച്ചിടല് എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഒരു തരം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇന്ന് രാവിലെ കണ്ടതുപോലെ ആവില്ല വൈകിട്ട് ആൾക്കാർ കാണുന്നത്. ഓഫീസിലും സ്കൂളിലും ഒക്കെ പോയ ആൾക്കാർ തിരിച്ചു വരുമ്പോൾ സെറ്റപ്പ് ആകെ മാറിയിട്ടുണ്ടാവും. കുറച്ച് കാലമായി വിചാരിക്കണു ഇങ്ങനെ മാറ്റണം എന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരവസരം കിട്ടിയപ്പം മാറ്റാമെന്ന് തീരുമാനിച്ചു. ഇതിന് എനിക്ക് മെയിനായിട്ട് ആരും ഹെൽപ്പ് ചെയ്യണമെന്നൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല. ചെറുപ്പത്തിലേ അങ്ങനെ തന്നെയാണ്. ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ പല കാര്യങ്ങളിലും എനിക്കങ്ങനെ അബദ്ധം പറ്റാറുണ്ട്. കാരണം പകുതി വരെ ചെയ്തതിന് ശേഷം ക്ഷീണമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയി ആരെയും വിളിക്കാനും പറ്റാണ്ടാവും. കാരണം ഞാൻ തന്നെ ചെയ്തോളാം എന്ന് ആദ്യം പറയുന്നുണ്ട്, ആരും പിന്നീട് വന്ന് സഹായിക്കണമെന്നില്ലല്ലോ. അപ്പോൾ പിന്നെ പക്ഷേ എന്തോ ഒരു എനർജി തോന്നുന്ന ദിവസങ്ങൾ മാത്രമേ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ എനിക്ക് ചില ദിവസം തോന്നും ഓക്കെ ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തീർക്കുക. അത് കഴിയണ വരെ പിന്നെ വേറെ ഒരു പണിയും ചെയ്യാൻ തോന്നില്ല നമുക്ക്. ഇതെങ്ങനെയെങ്കിലും മാറ്റി നോക്കണം. പിന്നെ അളവെടുക്കലായി, ടേപ്പ് എടുത്തിട്ട് ഇതിങ്ങനെ ഇട്ടാൽ ശരിയാവുമോ അതിങ്ങനെ ഇട്ട് ശരിയാവുമോ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ രണ്ടാമത്തെ കാര്യം മെയിനായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലീനിങ് അതിൻ്റെ ഇടയിൽ കൂടെ നടന്നോളും. അതായത് നമ്മളിപ്പോൾ അതേ സെറ്റപ്പാണെങ്കിൽ നമ്മൾ ഈ ഫർണിച്ചർ മാറ്റിയിട്ടിട്ടൊന്നും ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വെയിറ്റ് ഉള്ളതായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ചേഞ്ച് നമ്മൾക്ക് മനസ്സിൽ വരുമ്പോൾ നമ്മളിങ്ങനെ മാറ്റിയിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞൊരു പരിപാടി അതിൻ്റെ ഇടയിൽ കൂടെ സുഖമായിട്ട് അങ്ങനെ നടക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവരുടെ നിത്യശ്രീ നിരഞ്ജനയുടെ റൂമാണ് ഏറ്റവും ക്ലീനായിട്ടിരിക്കുന്നുണ്ടാവുക. കാരണം നമ്മൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഈ ഫർണിച്ചർ മാറ്റിയിടുന്നത് നമ്മൾ ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്യണതിന് മുമ്പേ ഉണ്ട്. സാധാരണ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ റൂമിൽ നിന്ന് ആ റൂമിലേക്ക് ഇവരുടെ റൂം മാറ്റും. അത് കഴിഞ്ഞ് ആ റൂം ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റാണ്. അപ്പോൾ നമുക്ക് മാറ്റാൻ രണ്ട് റൂമല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യും. അങ്ങനെയും ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവരുടെ ഫർണിച്ചേഴ്സ് ഇത്തിരി കൂടുതലാണ്. അതായത് ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഈ സ്റ്റഡി ടേബിൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം അങ്ങോട്ട് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. അവിടെ നിന്ന് തിരിയാൻ പിന്നെ സ്ഥലം ഉണ്ടാവില്ല. അത് ഇതിനെ സംബന്ധിച്ചിട്ട് കുറച്ചും കൂടി ചെറിയൊരു റൂമാണ്. അപ്പോൾ അത് മുതല ഒരു ബാത്റൂമും വരുന്നതുകൊണ്ട് അതിൻ്റെ ഡോറിന്, അതായത് ബാത്റൂമിൻ്റെ ആക്സസിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണമല്ലോ ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചേഞ്ച് ചെയ്യാനിപ്പോൾ എനിക്ക് പറ്റാറില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും. പക്ഷേ ഇവിടെ തന്നെ ഈ ഇട്ടാവട്ട സ്ഥലത്ത് നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ വേറൊരു ഐഡിയ, അതായത് ഇതുവരെ ചെയ്യാത്ത പോലെ എങ്ങനെയും ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. എപ്പോഴും റൂമിൻ്റെ ഒരു നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് സ്റ്റഡി ടേബിൾ വരേണ്ടതെന്നാണ് ശരിക്കും നമ്മുടെ വാസ്തുവിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതായത് ആ ഒരു ഇൻറ്റൻഷനിലാണ് ഞാൻ അന്ന് പണ്ട് അവിടെ വാൾപേപ്പറൊക്കെ ഒട്ടിച്ചത്. അപ്പോൾ ആ ഒരു പിങ്ക് സ്ഥലത്ത്, ആ പിങ്ക് വോളുള്ള ആ ഒരു ഭാഗത്ത് സ്റ്റഡി ടേബിൾ വരണം. അപ്പോൾ അവർക്ക് ഒരു നല്ലൊരു ലുക്കും ആണല്ലോ അപ്പോൾ പിങ്ക് വാൾപേപ്പർ വരുമ്പോൾ. അങ്ങനെ വിചാരിച്ചിട്ടായിരുന്നു അന്ന് അത് ഒട്ടിക്കുകയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ബെഡ് ഇട്ടാലും ഓക്കെയാണ്. പിന്നെ ഇന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ സ്റ്റഡി ടേബിൾ അവിടെ ഇട്ട് നോക്കാം എങ്ങനെ വിചാരിച്ചു. അങ്ങനെയാണ് പ്ലാൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ എനിക്ക് കുറേ പ്ലാനുകളുണ്ടായിരുന്നു. ഈ ഒരു ഫുള്ള് വാൾസ് നമ്മൾ മേക്ക് ഓവറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ കളർ ചെയ്ത് കോവിഡ് ടൈമിലും ഒക്കെ നമ്മൾ കുറേ ഇവിടെ പണി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ഇപ്പം എന്തായാലും നടക്കില്ല, പെട്ടെന്നൊന്നും നടക്കില്ല. കാരണം അതിനാരെങ്കിലും വീട്ടിലുണ്ടായിരിക്കണം എപ്പോഴും. പിന്നെ ഫർണിച്ചേഴ്സ് മാറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു റെയിൻബോ വാൾ മാറ്റിയിട്ടൊരു ചേഞ്ച് വരുത്തണം എന്നുണ്ട്. അപ്പോൾ അതിനും ഞാനൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് മടുത്തു. അന്നേ പണ്ട് തൊട്ടേ പറയുകയാണ് ആ റെയിൻബോ എപ്പോഴും മടുത്തു തുടങ്ങി, കണ്ട് മടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു മാറ്റണം എന്ന് പ്ലാനുണ്ട്. അപ്പോൾ അതിന് പകരം അത് മറച്ചു വെക്കുകയെങ്കിലും ചെയ്ത് വെച്ചിട്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇങ്ങനെ ഈ ഒരു കാര്യം മുമ്പും ചെയ്തിട്ടുണ്ട്, നമ്മൾ മാറ്റി മറിച്ചിട്ടിട്ടുണ്ട്. എന്നാലും
ഇത് പുതിയൊരു രീതിയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്താ നടന്നതെന്നുള്ളത് കാണുമ്പോൾ അറിയാം. കിഡ്സ് റൂം ഇതുപോലെ പ്ലാൻ ചെയ്യുക, അതായത് ഫർണിച്ചേഴ്സ് ചെയ്ത് സെലക്ട് ചെയ്യണം, അങ്ങനെയൊക്കെ തീരുമാനിച്ച് നമുക്ക് അനുഭവങ്ങളിലൂടെയാണല്ലോ നമ്മൾ പഠിക്കുക. പെട്ടെന്ന് ആദ്യമായിട്ടാണ് നമ്മളും ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അബദ്ധം പറ്റാത്തയും കുറേ കാര്യങ്ങളുണ്ട്, അബദ്ധം പറ്റിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാം. കാരണം അബദ്ധം പറ്റാത്തതെന്ന് പറഞ്ഞാൽ അലമാര, അതായത് നമ്മുടെ വാർഡ്രോബ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വാങ്ങിക്കുകയാണ് ചെയ്തത്. അത് പെപ്പർ ഫ്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ നോക്കി നടന്നിട്ട് സെയിം ഞാൻ വിചാരിച്ച പോലത്തെ, അതായത് ഹാങ് ചെയ്യുന്ന തരത്തിലുള്ളത്, ഹാങ് ചെയ്ത് ഡ്രസ്സ് നമുക്ക് എപ്പോഴും കാണാം ഏത് ഡ്രസ്സാണെന്നുള്ളത്. അപ്പോൾ നമുക്കൊന്നും മിസ് ഔട്ട് ആവില്ല. അതായത് ഏതെങ്കിലും നമ്മൾ അടുക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഡ്രസ്സുകൾ പലതും അടിയിലേക്ക് പോയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ ഓർമ്മയില്ലാത്ത രീതിയിലും കാണുമ്പോൾ, അതായത് കാണാത്തത് കൊണ്ട് നമ്മൾ എടുക്കില്ല. അങ്ങനെ കുറേ മിസ് ഔട്ടായി പോവും ഇടാതെ. പിന്നെ അത് നമുക്ക് ഇടയ്ക്ക് റിഫ്രഷ്, അതായത് ഇങ്ങനെ മടക്കി ഒതുക്കി വെക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ലേസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അങ്ങനെയുള്ള അലമാരയാണ് നമുക്ക് നല്ലത്. അതുകൊണ്ട് എനിക്ക് ഇതുവരെ ഒരു റിഗ്രറ്റും തോന്നിയില്ല ഈ ഒരു വാർഡ്രോബ് സെലക്ട് ചെയ്തതിൽ. കുറച്ചുള്ളത് കുറച്ചുകൂടി വലുത് വേണം, അതായത് ഹൈറ്റ് വൈസ് കുറച്ചുകൂടി വലുത് വേണം എന്നുണ്ട്, അത്രയേ ഉള്ളൂ. കാരണം നമുക്കിപ്പോൾ കുട്ടികൾ വലുതാകുമ്പോൾ ലോങ് ഗൗൺസ് അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തൂക്കിയിടുമ്പോൾ നിലത്ത് തട്ടും. പിന്നെ ആ താഴെയുള്ള ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് പോലെ 2 ഡ്രോ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് പാൻറ്റുകൾ, ജീൻസൊക്കെ നമുക്ക് ഇങ്ങനെ മടക്കി ചുരുട്ടി വെച്ച് കഴിഞ്ഞാൽ അതും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് കാണും. അപ്പോൾ ഇടാൻ നമുക്ക് എപ്പോഴും ഒരു ഇത് തോന്നും, ഇടാൻ മറക്കില്ല നമ്മൾ. അത് റിഗ്രറ്റ് ഇല്ലാത്തൊരു കാര്യമാണ് ഈ ഒരു വാർഡ്രോബ്. അത് നമ്മൾ പെപ്പർ ഫ്രൈ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അതുപോലെ ഈ ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുണ്ടാക്കി വെച്ചതാണ്. ഇത് ഐക്കിയയിലൊക്കെ കിട്ടുന്ന ടൈപ്പ് സെയിം, ഓൾമോസ്റ്റ് ഒരു 1000-2000 കുറവ് വന്നു, അത്രയേ ഉള്ളൂ ഐക്കിയനെ കാട്ടി അത്രയും. പക്ഷേ ക്വാളിറ്റി വൈസ് എനിക്ക് തോന്നുന്നത് ഇത് അടിപൊളിയാണ്, കാരണം നല്ല സ്ട്രോങ് ആണ്. ഇതും എനിക്ക് റിഗ്രറ്റ് തോന്നാത്ത കാര്യം. അപ്പോൾ ഇതാണ് ഉദ്ദേശിച്ച ഒരു റിസൾട്ട്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷേ നമുക്ക് കട്ടിൽ ഇവിടെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു അലമാരിയുടെ ഡോറ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അതാണ് ഇവിടെ പറ്റിയത്. ബാക്കിയൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ ഒരു സെറ്റപ്പ് ഇത് ഇങ്ങോട്ടിട്ടതും ചെസ്റ്റ് ഓഫ് ഡ്രോയേഴ്സ് ഇങ്ങോട്ടിട്ടതും ഒക്കെ കുഴപ്പമില്ല. പിന്നെ AC ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം അതിൻ്റെ സ്റ്റെബിലൈസർ എടുത്ത് ഞാൻ ആ വാർഡ്രോബിൻ്റെ മുകളിൽ വെച്ചു, കാരണം ഇടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു വാതിൽ തുറക്കാനേ പറ്റില്ല. അതിനെനിക്ക് വേറെ പ്ലാനുണ്ട്. കാരണം ഈ ഒരു വാർഡ്രോബ്, അതായത് നമ്മൾ ബിൽറ്റ് ഇൻ വാർഡ്രോബ് ഓൾറെഡി ഉള്ളതിൽ നമ്മൾ ഡോറ് മാത്രമാണല്ലോ വെച്ചേക്കണേ. അപ്പോൾ ആ ഡോറിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസം വരുത്തണം, സ്ലൈഡിങ് ആക്കുമോ ഒക്കെ ചെയ്യണം എന്ന് എനിക്കുണ്ട്. പക്ഷെ നമ്മൾ വേറെ വീട് നോക്കണം എന്നുണ്ട്. കാരണം എന്തായാലും 2 ബെഡ്റൂമിൽ ചെറുതും ആയതുകൊണ്ട് നമുക്ക് മാറണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ടൊന്നും ഇവിടെ ചെയ്യാത്തത്. ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പൈസയും പോവും, വേറെ വീട് വാങ്ങുകയാണെങ്കിൽ പിന്നെ ആ പൈസയും പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കൂടുതൽ ക്യാഷ് അധികം നമ്മൾ സ്പെൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ളതിൽ തന്നെ നമുക്ക് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഈ സെറ്റപ്പ് മാത്രം ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്. കുറേ കഷ്ടമാണ്, ഇതൊക്കെ വെയിറ്റുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി ഈ ഒരു കട്ടിലും എനിക്ക് ഒരു ഹാഫ് റിഗ്രറ്റ് ഉള്ളതാണ്. കാരണം നിത്യശ്രീ നിരഞ്ജന 2 പേരും അവർക്ക് വേണ്ടിയിട്ടാണല്ലോ, ഒരാൾ മുകളിൽ ഒരാൾ താഴെ അങ്ങനെയാണ്. പക്ഷേ ഇവർ വർത്തമാനം പറഞ്ഞ് കിടക്കാനുള്ള ഒരു ഉദ്ദേശത്തിൽ ഇവർ 2 പേരും ഇപ്പോൾ ഈ മുകളിൽ മാത്രമേ കിടക്കുള്ളൂ, താഴെ ആരും കിടക്കില്ല. അവർ ചെറിയ അത്ര വലിയ ഗുണ്ടുമണികളൊന്നും അല്ലാത്തത് കൊണ്ട് അവർക്കത് പറ്റുന്നുണ്ട്. എക്സ്ട്രാ ഇപ്പോൾ ഞാനാണ് കിടക്കണതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്ക് കിടക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ 2 കുട്ടികളായതുകൊണ്ട് അവർക്ക് കറക്റ്റായിട്ട് അവിടെ കിടക്കാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ കട്ടിലെന്നാൽ പിന്നെ ഇങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചത്. പണ്ട് നമ്മൾ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുള്ള സെറ്റപ്പാണ്, പക്ഷേ നമുക്ക് റൂമിൽ കുറേ സ്ഥലം കിട്ടുന്ന പോലെ ഒരു ഫീലുണ്ട് ഇങ്ങനെ ഇടുമ്പോൾ. നടുക്കൊരു സ്ക്വയർ കിട്ടും നമുക്കിപ്പോൾ കളിക്കാനോ അല്ലെങ്കിൽ ഇരിക്കാനോ എല്ലാത്തിനും. 2 ആൾക്കാരൊക്കെ എക്സ്ട്രാ ഇവിടെ കിടക്കാനും നമുക്ക് പറ്റും. പിന്നെ റിഗ്രറ്റ് തോന്നിയിട്ടുള്ള മെയിനായിട്ടുള്ള കാര്യം സ്റ്റഡി ടേബിളാണ്. കാരണം ഈ സ്റ്റഡി ടേബിൾ ഇത്രയും ലോങ് ആയിട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിലും ഒന്ന് മാറ്റി തിരിച്ചോ മറിച്ചോ ഇടാൻ പറ്റാത്തത്. കാരണം അത്രയും ലെങ്ത്ത് അവിടെ പോയി കിട്ടുമല്ലോ. എങ്ങോട്ട് മാറ്റുകയാണെങ്കിലും അതൊരു കോർണറിൽ ഒരു സൈഡിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അത്
നിത്യശ്രീയും പറയുന്നുണ്ട് എനിക്ക് സ്വന്തമായിട്ട് ടേബിൾ വേണമെന്ന്. രണ്ടുപേരും പറയും. എനിക്ക് ഷെയർ ചെയ്യണത്, അതായത് ഷെയറിങ് ഇല്ലാത്തതുകൊണ്ടല്ല, അതൊരു പേഴ്സണൽ സ്പേസ് ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. രണ്ടും ഒരുമിച്ചിരിക്കണോണ്ട് ഇവളുടെ ബുക്ക് അങ്ങോട്ട് അവളുടെ ബുക്ക് ഇങ്ങോട്ട് അങ്ങനെ അവർ മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ അതിലും നല്ലത് സിംഗിളായിട്ടുള്ളത് രണ്ടെണ്ണം ആയിരുന്നെങ്കിൽ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അതാകുമ്പോൾ ഒരെണ്ണം ഒരു സൈഡിലും മറ്റേത് വേറൊരു സൈഡിലും ഇട്ടാലും ഓക്കെയാണ്. അപ്പോൾ അത് മാത്രമാണ് എനിക്കിപ്പോൾ റിഗ്രറ്റ് തോന്നുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് നമുക്കതിപ്പോൾ പെട്ടെന്നൊന്നും മാറ്റാനും പറ്റില്ല. പക്ഷേ ഉണ്ടാക്കിയ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടാക്കിയിട്ട് ചേഞ്ച് ചെയ്ത് തരുമായിരിക്കും. അതായത് ആൾ തന്നെ കൊണ്ടുപോയി ശരിയാക്കിയിട്ട് 2 ചെറിയ ടേബിളാക്കിയിട്ട് കുറച്ചുകൂടി സ്റ്റോറേജൊക്കെ ആയിട്ട് അങ്ങനെയും പ്ലാൻ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ ജോലിയും തിരക്കൊക്കെ ആകുമ്പോൾ അതിനുള്ള സമയങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ പിന്നെ നോർമൽ ക്ലീനിങ്ങിൻ്റെ ഭാഗമാണ്. അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഫുള്ളെടുത്ത് കളയാനുള്ളത് കളയണം. ഡൊണേറ്റ് ചെയ്യാൻ ഇപ്പം നമ്മൾ അങ്ങനെ ടോയ്സൊക്കെ ഡൊണേറ്റാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യാനുള്ളത് വേറെ വേറെ കവറിലാക്കി നമ്മൾ റിഫ്രഷ് ചെയ്തിടണമല്ലോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോയെന്നൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ.